കർത്താവിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ എവിടെയെങ്കിലും അപമാനം നമുക്ക് വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ദൈവനാമത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും നമ്മൾ തോൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും തലകുനിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ പേരിലാണെങ്കിൽ കർത്താവ് അതിന് മറുപടി പറയാൻ പോവുകയാ. ഈ സീസണിൽ ആമേൻ ആരുടെക്കോ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. എവിടേക്കോ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയതിൻ്റെയോ ദൈവനാമത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെയോ ദൈവനാമത്തിന് വേണ്ടി നിന്നതിൻ്റെയും പ്രതിഫലമായി ലോകത്തിൻ്റെ നടുവിൽ തലകുനിഞ്ഞു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം മാനിക്കപ്പെടുന്ന ചില നല്ല സീസണുകൾ, മാനിക്കപ്പെടുന്ന ചില നല്ല അനുഭവങ്ങൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുവത്? അക്കരങ്ങളെ തട്ടി ഇന്ന് പകലിൽ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. യെസ് ഹോളി സ്പിരിറ്റ് റീമാന ഷെക്കേനിയ റീവൽ പ്രൗഢിബിരികടകസേ യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് പകലം മഹത്വം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വരണമേ. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ ജനം കേൾക്കേ, ആമേൻ, യായിറോസിന്റെ ജീവിതം ആമേൻ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വേണ്ടി ഓടിയിട്ട, ദൈവത്തിന് വേണ്ടി നിന്നിട്ട അവന്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയം കണ്ടതുകൊണ്ട് ബൈബിൾ പറയുന്നു, യായിറോസ് അത് നോക്കണമേ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിങ്ങനെ ലജ്ജിതനായി നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, പേടിക്കണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. അല്ലേ? ഒറ്റ വാക്കാണ് യേശു ക്രിസ്തു പറഞ്ഞത്, വിശ്വസിച്ചാൽ ആമേൻ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യായിറോസിന്റെ വീട്ടിലെ മരണം യായിറോസ് കണ്ടില്ല, യായിറോസ് കേട്ടതേയുള്ളൂ. ആമേൻ. യായിറോസിന്റെ കുഞ്ഞിന്റെ മരണം യായിറോസ് കണ്ടില്ല, കാരണം അവൻ രോഗിയായിരുന്നപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പക്ഷെ യായിറോസിന്റെ കുഞ്ഞിന്റെ മരണം കണ്ട മനുഷ്യനാണ്. യായിറോസിനെ പിറകേന്ന് വന്ന് വിളിക്കുന്നു, ഗുരുവിനെ പ്രയാസപ്പെടുത്തരുത്. ആമേൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, ഗുരുവിനെ വിട്ടേക്ക്, മകൾ മരിച്ചുപോയി. ആമേൻ. ഇത് കേൾക്കുന്ന സമയത്താണ് കർത്താവ് യേശു ആമേൻ അവിടെ പ്രതികരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ പ്രതികരിക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ചെറിയ ചെറിയ സബ്ജക്റ്റുകളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ മേൽ അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ അല്ല. ഒരു വ്യക്തി മരിച്ചു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി മരിച്ചതായിട്ട് ആരെങ്കിലും സ്ഥിരീകരിക്കണം. ചുമ്മാ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി ആരെങ്കിലും മരിച്ചെന്ന് പറയൂ? ഒരിക്കലുമില്ല. ആമേൻ. അങ്ങനത്തെ കാരണം ആ വേർഡ് തന്നെ പലപ്പോഴും നമുക്ക് ഭയമാണ്, അത് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ പറയാം, ചുമ്മാ ഒരു പരസ്യമായിട്ട് ഒരാളിനെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യത്തില്ല, ആരും പറയത്തില്ല. ആമേൻ. അങ്ങനെ പറയാൻ പറ്റുന്നൊരു വേർഡല്ലല്ലോ അത്. ആമേൻ. അങ്ങനെ പറയണമെങ്കിൽ തന്നെ നാട്ടിലെ വൈദ്യന്മാർ സ്ഥിരീകരിച്ചിരിക്കുന്നു, എന്താ, കുഞ്ഞ് മരിച്ചുപോയി. എന്നാൽ യേശു കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഇത് കേട്ട മാത്രയിൽ യേശു പറയുന്ന ഒരു വാക്കിതാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കുഞ്ഞ് മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. എന്തിനാ യേശു ഇങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയാം, യേശു ക്രിസ്തു യായിറോസിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വിശ്വാസത്തെ ഇടുവാൻ തക്കവണ്ണം കർത്താവ് പറയുന്ന വാക്കതാണ്, കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. ഞാൻ പറയട്ടെ, ചില സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നെഗറ്റീവ് അല്ല, ചില സബ്ജക്റ്റുകൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ആമേൻ. മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇനി ഒരു പരിപാടിയും ബാക്കിയില്ല, അല്ലേ? എന്നാൽ ഉറങ്ങുന്നു എന്ന് ചിന്തിച്ചാലോ അവനെ തട്ടി എഴുന്നേൽപ്പിക്കാൻ നമുക്കൊരു പ്രത്യാശയുണ്ടാകും, അല്ലെങ്കിൽ അവൻ വിളിച്ചാൽ എഴുന്നേൽക്കും എന്നൊരു പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ട്. കർത്താവ് എന്നോടും നിങ്ങളോടും ഇന്ന് പകൽക്കാലം പറയുന്നത്, പ്രതീക്ഷയില്ല എന്ന് പലരും പറഞ്ഞിരിക്കാം, എന്നാൽ ചിലതിൻ്റെ അകത്ത് പോസിറ്റീവുകൾ ഇന്ന് പകൽക്കാലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതീക്ഷകൾ ഈ ദിവസങ്ങൾ നിന്റെ അകത്ത് വരണം. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നെഗറ്റീവ് അല്ല, ദൈവത്തിൽ ചില പോസിറ്റീവുകളുണ്ട്. അതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നീ ചിന്തിക്കുന്നത് ദൈവം ഒരു മിറക്കിളാക്കി മാറ്റാൻ പോവുകയാ. വാസ്തവമായിട്ട് ഞാൻ പറയാ, ഈ യേശു ക്രിസ്തു അവരോട് പറയാ, കുഞ്ഞ് മരിച്ചിട്ടില്ല, കുഞ്ഞ് ഉറങ്ങുകയത്രേ. യേശുവിനൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ വിളിച്ചാൽ എഴുന്നേക്കാത്തതില്ല, ഞാൻ വിളിച്ചാൽ വരാത്തതില്ല. ഈ തലമുറയെ നോക്കി യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തു ഈ
തലമുറയുടെ അടുക്കലേക്ക് അങ്ങോട്ട് പോവുക. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ യായിറോസിന്റെ വീട്ടിൽ വലിയ ജനക്കൂട്ടം കണ്ടു. ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് യേശു യായിറോസിന്റെ വീട്ടിലേക്ക് വരുന്നത്. ഈ യായിറോസിന്റെ വീട്ടിൽ വന്നപ്പോൾ കരച്ചിലും ബഹളവുമായിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ ഇരിക്കുക. കരച്ചിലും ബഹളവും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ കരഞ്ഞും വിലപിച്ചും മുറയിട്ടൊക്കെ ആമേൻ ഈ കുഞ്ഞിന്റെ അടുക്കൽ ഈ യായിറോസിന്റെ വീട്ടിൽ ഒരു കൂട്ടം പേർ ഇരിക്കുമ്പോൾ യായിറോസിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ മനസ്സലിഞ്ഞ യായിറോസ് പറയും, ആരും കരയരുത്. ആമേൻ. ആരും എന്ത് ചെയ്യരുത്? കരയരുത്. കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുക അത്രേ. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ കരഞ്ഞോണ്ടിരുന്നവരുടെ ഹൃദയത്തിനകത്തൊക്കെ വല്ലാണ്ട് ദേഷ്യം തോന്നി. കാരണം ഞങ്ങളിവിടെ എങ്ങനെ വിളിച്ചിട്ടും ഈ കുട്ടി എന്ത് ചെയ്യുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. പിന്നെ ഈ കുട്ടി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആമേൻ. വല്ലാത്തൊരു ദേഷ്യം തോന്നി. മരണ വീട്ടിൽ വന്ന് തമാശ പറയുവാണോ എന്ന് ചിലർക്കൊക്കെ ഒരു ഡൗട്ടാ. ഞാൻ നിങ്ങളോട് പറയാം, പക്ഷെ യേശു പറഞ്ഞ വാക്കാരും കാര്യമാക്കിയില്ല. എന്നാൽ ഇന്ന് പകൽ എനിക്കൊരു കാര്യം പിടികട്ടെ. യേശു കൊച്ചു കിടന്ന മുറിക്കകത്തേക്ക് കയറുമ്പോൾ യേശുവിനൊപ്പം കയറാൻ ആകെ 2 പേരെ ഉണ്ടായിരുന്നല്ലോ. ശിഷ്യന്മാരെ പോയിട്ട് അത് കൊച്ചിൻ്റെ അപ്പനും കൊച്ചിൻ്റെ അമ്മയും. ഇന്ന് പകൽക്കാലം ഒരു കാര്യം എനിക്ക് ഉറപ്പോടെ പറയാം, വലിയൊരു പുരുഷാരം വിശ്വസിച്ചില്ലെങ്കിൽ ഒരാളെങ്കിലും വിശ്വസിക്കാൻ യേശുവിനൊപ്പം ഉണ്ടെങ്കിൽ അവിടെ അസാധാരണമായ മിറക്കിൾ നടക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കാൻ കഴിയും? വലിയ പുരുഷാരം കളിയാക്കിയാൽ, വലിയ പുരുഷാരം നിന്ദിച്ചാൽ ഒരാളെങ്കിലും യേശുവിന്റെ വാക്കിനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിനകത്തും ചില അത്ഭുതങ്ങൾ എന്റെ കർത്താവ് ചെയ്യാൻ പോവുകയാ. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ഇന്ന് പകം നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. Glory to Jesus. പലപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. വിശ്വസിച്ചവർക്കാണ് കർത്താവ് ഒട്ടുമുക്കാൽ അത്ഭുതങ്ങളും കൊടുത്തിട്ടുള്ളത്. ആമേൻ. വിശ്വസിക്കാത്തവരുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ആമേൻ. അത്ഭുതവും വിശ്വാസവും ഒക്കെ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. അങ്ങനെ ബന്ധമുള്ളൂ. ആമേൻ. വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് ദൈവം തൻ്റെ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. വിശ്വസിക്കാത്തവർക്ക് വേണ്ടി കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, ആമേൻ, നിങ്ങളും വിശ്വാസത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയാനുണ്ട്, ഇന്ന് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാ. അവൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. എന്തുമാകട്ടെ, പ്രവർത്തിപ്പാൻ ദൈവം ശക്തിയുള്ള ദൈവമാണ്. അത് വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം നീ റെഡിയാണെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ആമേൻ. വാസ്തവമായിട്ട് ഞാൻ പറയാം, വിശ്വാസമില്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണം. ആമേൻ. അത്ഭുതങ്ങൾ ഉണ്ടാകണം, വിടുതൽ നടക്കണം, രോഗം മാറണം, ഭാരം മാറണം. ഞാൻ പറയാം, ഈ യേശുക്രിസ്തു നടന്ന ഈ അത്ഭുതങ്ങൾ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അവിടെ പരിശോധിക്കുമ്പോൾ കാണുന്ന മെയിനായ ഭാഗം, രക്തസ്രാവക്കാരിയ സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ടെന്ന് പറയുന്നു. ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് പറയുന്നു. ആ ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം മാറിയെന്ന് പറയുന്നു. അല്ലേ? ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒടുവിൽ നിങ്ങൾ വായിച്ചു നോക്കണം, അതിൻ്റെ അവസാന ഭാഗത്ത് യേശു പറഞ്ഞ വാക്ക് ഇതാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു? നീ വല്ലവതിനും തൊട്ടതുകൊണ്ട് രക്ഷപ്പെട്ടെന്നല്ല യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചോ. നീ തൊടാനും നിനക്കൊരു വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. നീ തൊട്ടു എങ്കിൽ അതിൻ്റെ അർത്ഥമാ വിശ്വാസമില്ലാതെ തൊടാൻ പറ്റത്തില്ല. യേശു കണ്ടത് തൊട്ടതിനെയല്ല, യേശു കണ്ടത് വന്നതുമല്ല, യേശു കണ്ടത് അവളുടെ വിശ്വാസത്തെയായിരുന്നു. പക്ഷപാത രോഗിയായ ഒരു മനുഷ്യനെ 4 പേര് കിടക്കയോടെ കെട്ടിയിറക്കി കൂര പൊളിച്ച് യേശുവിൻ്റെ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ യേശു അവിടെയും പറഞ്ഞ ഒരു വാചകം ഇതാണ്, അവർ 4 പേരുടെയും വിശ്വാസം കണ്ടിട്ട്, 4 പേരുടെ വലിപ്പം കണ്ടിട്ടല്ല, 4 പേരുടെയും ആണത്വം കണ്ടിട്ടല്ല,
4 പേരുടെയും പുരുഷത്വം കണ്ടിട്ടല്ല, അവൻ അവരുടെ വിശ്വാസം കണ്ടിട്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി? ഇന്ന് പകൽക്കാലം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മരിച്ചതും എഴുന്നേക്കുക, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കിടരോഗി എഴുന്നേക്കുക, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഭൂതങ്ങൾ പുറത്താകും, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കാം. എന്നാരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ഇതിനകത്തും നിനക്ക് ആവശ്യം വിശ്വാസമാണ്. എൻ്റെ യേശുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? യേശു അത് ചെയ്യുമെന്ന് വിശ്വസിക്കാം നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇത് അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. അതാൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവത്തിൻ്റെ വചനം ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമില്ലാത്തത് കർത്താവ് ഒന്ന് ബർത്തിമായിയെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ബർത്തിമായിയും ആമേൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഇരിക്കുമ്പോൾ ആമേൻ യേശുവിനെ വിളിക്കുമ്പോൾ യേശുവിനെ പറയാനുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഈ വൈകിയ സമയത്ത് ഞാൻ പറയാം, പലയിടങ്ങളിലും കർത്താവ് പറഞ്ഞ വാക്ക്, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിച്ചത്. വേറൊന്നും കർത്താവ് അതിൻ്റെ ബേസായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാനും നിങ്ങളോട് പറയുക, രോഗമാകട്ടെ, ബാധ്യതയാകട്ടെ, പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ചുമന്നുകൊണ്ടുന്ന വിഷയങ്ങൾ എന്തുമാകട്ടെ, കുടുംബത്തിൻ്റെതാകട്ടെ, അടുത്ത വീട്ടുകാരുടേതാകട്ടെ, നീ ചുമന്ന വിഷയങ്ങൾക്ക് മറുപടി തരാൻ എൻ്റെ യേശുവിന് കഴിയും. പക്ഷേ യേശു ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, നീ വിശ്വസിക്കണം. നിന്റെ വിശ്വാസത്തെ എനിക്ക് വേണം. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അതിശക്തമായി പറയുക, വിശ്വസിക്കാൻ നീ റെഡിയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അടകബല ശന്തൽ കമനകടകസെ. എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിന്റെ ഹൃദയത്തിന്റെ അകത്ത വിശ്വാസം വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. മരിച്ചു പോയെന്ന് അവര് പറയുമ്പോൾ ഉറങ്ങുന്നു എന്നുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം നിന്നിൽ വെളിപ്പെടുവാണെങ്കിൽ ചിലതൊക്കെ എഴുന്നേൽക്കേണ്ട സമയമായി. യേശുവേ നിന്റെ മഹത്വം ചലിക്കട്ടെ. ഉടകബല ശന്തന റിഗൽഖമന വൈശസ് പ്രൗഢി ബിരികടക റിഗൽഖമനകടകസെ. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഞാൻ പറയാം, യേശു ഈ യായിറോസിനോട് പറയുക, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മാത്രം മതി. ആമേൻ. എന്നെ വിശ്വസിക്കണം. ഞാൻ ആമേൻ ഈ കുട്ടിയെ നോക്കിയിട്ട് പറയുക, കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുകയാണ്. ഇത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആര് വിളിച്ചാലും ആ വ്യക്തി എഴുക്കും. അത് കുഞ്ഞായാലും ശരി, വലിയ ആളായാലും ശരി, ശബ്ദമില്ലേലും തട്ടിയാൽ മതി, എന്ത് ചെയ്യും? ചിലതൊക്കെ എഴിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഉറങ്ങുന്നു എന്നാണ് നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം വെളിപ്പെടുന്നതെങ്കിൽ, യേശുവിനെ കൊണ്ട് അത് പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം ആമേൻ, ആ വിശ്വാസം കാരണം ചിലതിനെ നീ വിളിച്ചാലും അത് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെയുള്ള വീടുകളിൽ പോകാറുണ്ട്. മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരെയും പേര് പറഞ്ഞിങ്ങോട്ട് എഴുച്ചുവാന്നൊന്നും വിളിക്കാറില്ല. കാരണം നമുക്ക് തന്നെ അറിയാം ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ആമേൻ. പക്ഷെ ഉറങ്ങുക എന്ന് പറഞ്ഞാലോ നമ്മൾ വിളിക്കും. ആമേൻ. അടുക്കളയിൽ നിന്നാലും വിളിക്കും, എഴുച്ചുവാ എഴുച്ചുവാ എഴുച്ചുവാ. എന്നാ കാര്യം? ഈ ശബ്ദം കേട്ടാൽ അവൻ എഴിക്കുമെന്ന് നമുക്കൊരു വലിയ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അതേസമയം മരണം വിട്ടിച്ച് നമ്മൾ എന്നാ വിളിക്കാത്തത്? നമ്മളറിയാം വിളിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ നാട്ടുകാരെ കുറിച്ച് വല്ലതും പറയുന്നതിനാ. ആമേൻ. നമ്മുടെ വിശ്വാസം അകത്തെ വിശ്വാസമില്ല, അകത്തെ പോയി. അതുകൊണ്ട് ഇനി വിളിച്ചിട്ട് കാര്യമില്ല. കാരണം സാഹചര്യങ്ങൾ അങ്ങനെ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കിയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ വിളിക്കാറുമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഉറങ്ങുന്നു എന്ന് വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലത്തെ നീ ചെറിയതായിട്ടൊന്ന് കാണാ. ഈ വലിയ സബ്ജക്റ്റിനെ നീ വലിയതാക്കി കാണാതെ, അത് ഞാനുണ്ടെങ്കിൽ നീ ചെറുതാക്കി കാണാ. എന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ലേ ഈ സബ്ജക്റ്റിനെ വലിയതാക്കി കാണുന്നത് എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുക, നമുക്ക് വേണ്ടി ഒരുവനുണ്ട്, എൻ്റെ നസ്രായൻ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വലിയ സബ്ജക്റ്റ് ആമേൻ ഇന്ന് പകൽ നീ ചെറുതായി കാണുക. ഒറ്റ വാക്കുകൊണ്ട് ചില സൊല്യൂഷനുകൾ ഈ സബ്ജക്റ്റിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിയ സമയത്ത് നിന്നോട് പറയുക, ദൈവം നിനക്ക് വേണ്ടി ചില വലിയ സബ്ജക്റ്റുകളെ ചെറുതാക്കി മാറ്റാൻ പോവുകയാ. വിളിച്ചാൽ എഴുന്നേൽക്കത്തിൽ നാട്ടുകാർ പറഞ്ഞത് സ്വർഗം പറയുന്നു, നീ വിളിച്ചാൽ എഴുന്നേൽക്കും എന്ന ഒരു പുതിയ പ്രത്യാശയിലേക്ക് നിന്റെ ജീവിതം വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ
ജയം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പിശാച് പറയും എഴുന്നേക്കത്തില്ല, പിശാച് പറയും വിളിച്ചാലിട്ട് എഴുന്നേക്കത്തില്ല, ലോകം പറയും വിളിച്ചാലിട്ട് എഴുന്നേക്കത്തില്ല, ലോകക്കാർ പറയും വിളിച്ചാലിട്ട് എഴുന്നേക്കത്തില്ല. പക്ഷെ ഒരാൾ പറയും വിളിച്ചാൽ എഴുന്നേക്കും. ഹല്ലേലൂയ. അതെൻ്റെ യേശുവിൻ്റെ പ്രവൃത്തിയാ, അതെൻ്റെ യേശുവിൻ്റെ വാക്കാ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരെ കൂടെ നിൽക്കും? പിശാച് പറയും എഴുന്നേക്കത്തില്ല, അവൻ്റെ കൂടെ നിൽക്കുവോ? യേശു പറയും എഴുന്നേക്കും, യേശുവിൻ്റെ കൂടെ നിൽക്കുവോ? കർത്താവ് നോക്കി, ഞാൻ മരണ വീട്ടിൽ ചെന്നപ്പോൾ വലിയ പുരുഷാരമുണ്ട്, പക്ഷേ എൻ്റെ കൂടെ വരാൻ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ്, യാക്കോബ്, യോഹന്നാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വീട്ടിൽ നിന്ന് 2 പേർ, അത് കൊച്ചിൻ്റെ അപ്പനും അമ്മയും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയ കൂട്ടമൊന്നും കർത്താവിന് കിട്ടത്തില്ല ഇത് വിശ്വസിക്കാൻ. പക്ഷെ ചുരുക്കം ചിലർ, ഒന്നോ അല്ലെങ്കിൽ 2 ആയാലും മതി, കർത്താവ് ആ സ്ഥലത്ത് അത്ഭുതം ചെയ്യും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന 1 ആണെങ്കിൽ 1 കർത്താവ് അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്ന 2 ആണെങ്കിൽ 2 കർത്താവ് അത്ഭുതം ചെയ്യും. ഇന്ന് എറണാകുളം പട്ടണത്തിനകത്തും പരിശുദ്ധാത്മാ പറയുന്നു, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലത് ചെയ്യാൻ തയ്യാറാ. എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ അത് സ്വീകരിപ്പാൻ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ചലിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. കണ്ടോ, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചു 1-2 കാര്യം. നമ്മളീ പറയുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും വിശ്വാസമൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഒരു മരണ വീട്ടിൽ ചെന്നൊരു കാര്യം കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചില്ല, പലരും കളിയാക്കി. ചിലതൊക്കെ അങ്ങനെയാ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പാടിയിട്ടും ആരാധിച്ചിട്ടും ഒക്കെ നമ്മൾ പറയുന്ന ആരും കേൾക്കുന്നില്ലല്ലോ. എല്ലാം കേൾക്കത്തൊന്നുമില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലരൊക്കെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കാൻ. പേടിക്കേണ്ട. വിശ്വസിക്കുന്ന ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പറയും, ഞാൻ എൻ്റെ പണി ചെയ്യും. വിശ്വസിക്കുന്ന ഒരാളെങ്കിലും യേശുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പറയും, ഞാൻ എൻ്റെ ജോലി ചെയ്യും. ആമേൻ. അവിശ്വസിക്കുന്നവനെ നോക്കി ഞാൻ മിണ്ടാതെ പോകാനല്ല. വിശ്വസിക്കുന്ന ഒരാൾ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ പോവുക. ഇന്ന് നിൻ്റെ വീട്ടിനകത്തും 4 പേരുണ്ടെങ്കിൽ 3 പേരും കളിയാക്കിയിരിക്കാൻ. പേടിക്കണ്ട. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം കർത്താവ് നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യം അവിശ്വസിക്കുന്നവരുടെ പെരിയ കൂട്ടമല്ല, വിശ്വസിക്കുന്നത് ഒന്നാണെങ്കിൽ എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ ഒരാളെ ഉള്ളൂ എങ്കിലോ എൻ്റെ ദൈവം മിറക്കിളുകളെ ചെയ്യും. ആമേൻ. കരങ്ങളെ ഉയർത്തിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കമോൺ. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, യേശു യായിറോസിനോട് പറയുക, എടാ വിശ്വസിക്കുക, കുട്ടി മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങുക. വിളിച്ചപ്പോൾ യായിറോസിൻ്റെ ഭാര്യയും കൂടെ അകത്തോട്ട് കയറി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വെളിയില്ല. കാരണം അവർക്കാർക്കും വലിയ വിശ്വാസമില്ല. ഈ തച്ചൻ കൊച്ചൻ എന്നാ പറയുന്നത്? ഈ തച്ചൻ കൊച്ചൻ അത് നോക്കണമേ, ഒന്നും അറിയാത്ത വൈദ്യനല്ലാത്ത ഈ തച്ചൻ കൊച്ചൻ ആശാരി ചെറുക്കൻ എന്നാ പറയുന്നെന്ന് പറഞ്ഞ് പലരും കളിയാക്കി വെക്കുക. യേശു അകത്ത് കയറി വാതിലടച്ചു. യേശുവിൻ്റെ കൂടെ യേശുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 3 പേരുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പിന്നെ കൊച്ചിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. ഇവരെല്ലാം കൂടെ അങ്ങ് അകത്തോട്ട് കയറി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 6 പേർ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ മരണ വീട്ടിൽ ഇങ്ങനൊരു സീനുണ്ടായാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ പലപ്പോഴും പോയിട്ടുണ്ടല്ലോ. ഈ മരണ വീട്ടിൽ പല കാര്യങ്ങളും, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എല്ലാം അറിയാമെങ്കിലും അവർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയും, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തോ ലീഡ് ചെയ്തോ കാര്യങ്ങളൊക്കെ നയിക്കുന്നതൊക്കെ അവിടെ വന്ന കുടുംബക്കാരായിരിക്കും. കാരണം ആ വീട്ടിനകത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അതൊന്നും ചിന്തിക്കാനുള്ള നേരം കാണത്തില്ല. വന്ന പ്രിയപ്പെട്ടവർ, അവരുടെ വേണ്ടപ്പെട്ടവർ, ബന്ധുക്കളായിരിക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യായിറോസ് വീട്ടിലെത്തുന്നതിന് മുമ്പേ അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് യായിറോസിനോട് യേശു പറഞ്ഞു, വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് കൂടെ അകത്തോട്ട് വന്നപ്പോൾ പുറത്ത് കാര്യങ്ങൾ അതുവരെ ക്രമീകരിച്ച കുറച്ചു പേരവിടെ ഉണ്ട്. ശ്രദ്ധിക്കണേ, കാര്യങ്ങൾ അതുവരെ ക്രമീകരിച്ച കുറച്ചു പേർ. ചിലരൊക്കെ ചിന്തിക്കുക, കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ പോകും, കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ പോകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് പരിശുദ്ധാത്മാവും ഇതിനകത്തും ആരോടൊക്കെ പറയുന്നു, കാര്യങ്ങളെ ക്രമീകരിക്കാൻ ലോകത്തിൽ ആരൊക്കെയോ അത് നോക്കണമേ, അതിൻ്റെ ചരട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുക, യായിറോസേ, നിന്റെ വീട്ടിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ലോകത്തിലെ ചില പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന നിന്റെ കയ്യിലേക്ക് ചില ക്രമീകരണങ്ങൾ വരാൻ പോവുകയാ. ഇന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇതിനകത്ത് പറയുന്നു, ആമേൻ, ഇനി ലോകമല്ല നിന്റെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുന്നത്. അവിടുത്തെ കൺട്രോൾ ലോകക്കാരുടെ കയ്യിൽ കൊടുക്കണ്ട. പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന നിന്റെ കയ്യിൽ ചില കൺട്രോളുകൾ വരാൻ പോവുകയാ. നിന്റെ വീടിനകത്ത് ഇനി സാത്താൻ കൺട്രോൾ ചെയ്യണ്ട. നിന്റെ വീട്ടിനകത്തിന് ലോകശക്തി കൺട്രോൾ ചെയ്യണ്ട. നിന്റെ വീട്ടിനകത്തിന് മറ്റു ശക്തികൾ കൺട്രോൾ ചെയ്യണ്ട. വിശ്വസിക്കുന്ന യായിറോസിന്റെ വീടിന്റെ കൺട്രോൾ സ്വർഗം യായിറോസിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോവുകയാ. എന്ന് പറഞ്ഞാൽ ഇനി കരയുന്നവൻ യായിറോസ് പറയും വേണ്ട. ഇനി കുഴി വെട്ടുന്നവൻ യായിറോസിന്റെ വീട്ടിൽ വേണ്ട. ഇനി വിലപിക്കുന്നവൻ യായിറോസിന്റെ വീട്ടിൽ വേണ്ട. കാരണം വിശ്വസിച്ചവന്റെ കയ്യിലേക്ക് ആ വീട് തിരിയാൻ പോവുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അവരോടൊക്കെ പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ കൺട്രോൾ പിശാച് ഏറ്റെടുത്തെങ്കിൽ വിശ്വസിക്കുക. ഇന്ന് ദൈവം നിന്റെ കൺട്രോൾ നിന്റെ കയ്യിലേക്ക് നിന്റെ കുടുംബത്തിന്റെ കൺട്രോൾ തിരികെ തരാൻ പോവുകയാ. ഓ റാഭാ ഷെഖനിയ റീബ ശമനഗഡഗസെ, അത് വിട്ടുകൊടുക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഒരു പിശാചിന് വിട്ടുകൊടുക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം ചില കൺട്രോളുകൾ ഏൽപ്പിക്കാൻ പോവുകയാ. ചില കൺട്രോളുകളെല്ലാം ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് തരും. നാട്ടുകാർ ഏറ്റെടുത്ത വിഷയങ്ങളില്ലേ, നാട്ടുകാരെ വലിച്ചുകൊണ്ട് പോകുന്ന വിഷയങ്ങളില്ലേ, നാട്ടുകാര് ആമേൻ പലതും തീരുമാനിച്ചു കൊണ്ടുപോയ വിഷയങ്ങളില്ലേ, യായിറോസേ, ഒന്നും ചെയ്യാൻ അറിയാതെ നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ചില കൺട്രോളുകളെ പരിശുദ്ധാത്മാ വിട്ടു തരാൻ പോവുകയാ. കാരണം ആമേ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴും പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോവുകയാണ്. ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ആമേ പിശാച് നിയന്ത്രിച്ച പള്ളിപ്രമാണിയുടെ വീട്, അല്ലെങ്കിൽ പിശാച് കാര്യങ്ങളെ വലിച്ചു കൊണ്ടുപോയ പള്ളിപ്രമാണിയുടെ ഭവനം, തെല്ല് നിമിഷം കൊണ്ട് അവന്റെ വീടിന്റെ കൺട്രോൾ യേശു തിരിച്ചു പിടിക്കുകയാണ്. കൈവിട്ടുപോയ നിമിഷങ്ങൾ നാട്ടുകാർ മുഴുവനും കൂട്ടക്കരച്ചിലാകുമ്പോൾ തെല്ല് മിനിറ്റുകൾ കൊണ്ട് അവന്റെ വീടിന്റെ കൺട്രോൾ യേശു തിരിച്ചു പിടിക്കുക. ഇന്ന് രാത്രിയിൽ നിലവിളിച്ചും കരഞ്ഞുമൊക്കെയായി എവിടേക്കോ തകർന്നു കിടക്കുന്ന പല കുടുംബങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതായി പറയുന്നു, നിന്റെ ഭവനത്തിന്റെ കൺട്രോൾ കർത്താവിന്റെ കയ്യിലേക്ക് വരാൻ പോവുക. നീ കരഞ്ഞതിന്റെ കാരണം, നാട്ടുകാരെ കൂട്ടിയതിന്റെ കാരണം, ദേശം വിലപിച്ചതിന്റെ കാരണം പിശാച് ചിലത് കൺട്രോൾ ചെയ്തുകൊണ്ടാ. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവഭയമുള്ള യായിറോസേ, നിന്റെ വീടിന്റെ കൺട്രോൾ ഇനി പിശാചിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഇന്ന് രാത്രിയിലും ചില ദൈവപ്രവർത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ ദൈവത്തിന് കരമടിച്ച് ഇന്ന് രാത്രിയിലെ മഹത്വം കൊടുക്കട്ടെ. വൈഡമാന ശന്തൽ പ്രൗഢ റീവ ശമനഗഡഗറഗൽ കമന അത്യുന രക്ഷസ്കമനഗഡഗസെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മഹത്വം വെളിപ്പെടുന്ന രാത്രി, ഇന്ന് രാത്രിയിലെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. പൈശാചികൻ ഏറ്റെടുത്ത ചില കൺട്രോളുകൾ വിശ്വസിക്കുന്നവന്റെ കയ്യിലേക്ക് ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, പിശാച് കൊണ്ടുപോയതാ. 12 വയസ്സിൽ പിശാച് കൊണ്ടുപോയതാ. ആ വീടിന്റെ കൺട്രോൾ പിശാച് ഏറ്റെടുത്തു. ആ വീടിന്റെ ബാലികയുടെ കൺട്രോൾ പിശാച് ഏറ്റെടുത്തു. കൊണ്ടുപോകുമ്പോൾ യേശു അവിടേക്ക് വരിക. യേശു വന്നേച്ച് പറയുക, പ്രാർത്ഥിക്കുന്നവന്റെ വീടിൻ്റെ അകത്ത് പിശാച് കൈ കടത്തേണ്ട കാര്യമില്ല. കാരണം വന്നത് നസ്രായനാ. യേശു വന്ന് എന്നുവെച്ച് യായിറോസിനോട് പറയുക, യായിറോസെ പേടിക്കണ്ട, തിരിച്ചു പിടിക്കാം നമുക്ക്. ഇന്ന് എറണാകുളത്തിനകത്ത് ഞാനിത് പറയുമ്പോൾ ചില വീടുകൾക്കകത്ത് പിശാച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയ ചിലത് ഈ സീസണിൽ ദൈവം മടക്കിത്തരാൻ ആഗ്രഹിക്കുന്നു. അത് നിന്റെ കഴിവല്ല, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇന്ന് രാത്രി ആത്മാവ് അതിശക്തമായി തന്നെ നിങ്ങളോട് പറയുവാണ്, വിശ്വസിക്കുന്നവന്റെ കയ്യിൽ ചില കൺട്രോളുകൾ സ്വർഗം ഏൽപ്പിക്കാൻ പോവുകയാ. നാട്ടുകാർ അത്ഭുതപ്പെടുന്ന, ദേശം അത്ഭുതപ്പെടുന്ന, ചുറ്റുപാടുകൾ അത്ഭുതപ്പെടുന്ന, കുടുംബക്കാർ അത്ഭുതപ്പെടുന്ന ചില ദൈവ പ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്.
വിശ്വാസമുണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകുന്ന ചിലതിനെ നമ്മൾ തിരിച്ചു പിടിക്കും. ആമേൻ. വിശ്വാസം ഉണ്ടെങ്കിൽ അതിനും പറ്റും. ലാസറിന്റെ വീട്ടിലും ചെന്നിട്ട് യേശു മാർത്തയോടും മറിയോടും പറഞ്ഞ ഒറ്റ വാക്ക്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെയും കർത്താവ് പറഞ്ഞത്, ജീവനുണ്ടോ എന്ന് നോക്കട്ടെ, എൻ്റെ കൈ വല്ല മരുന്നുണ്ടോ നോക്കട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിത്തിരി എണ്ണ തരാം, അടുത്ത് പൂശുമ്പോൾ ലാസറിന് പൂശിക്കൂടെന്നല്ല പറഞ്ഞ്, മറിച്ച് തമ്പുരാൻ പറഞ്ഞതാ. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ഇന്ന് രാത്രിയിൽ കർത്താവിന് അതും മാത്രമേ ഉള്ളൂ. അവൻ്റെ കൺട്രോൾ തിരിച്ചു പിടിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. ആമേൻ. അവിശ്വാസമിട്ട് നിന്നിൽ നിന്ന് പലതും വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അത് പള്ളിപ്രമാണി ആയാലും കൊള്ളാം, അത് 12 വർഷം കിടന്ന രോഗിയായ രക്തസ്രാവക്കാരി ആയാലും കൊള്ളാം, വഴി കിടക്കുന്ന ബർത്തിമായാലും കൊള്ളാം, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചില കൺട്രോളുകൾ വിശ്വസിക്കുന്നവൻ്റെ കയ്യിലേക്ക് പിടിച്ചു തരാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് വിശ്വസിക്കാൻ കഴിയുക? സാധ്യതകളെ നോക്കാനല്ല, യേശുവിനെ നോക്ക. സാഹചര്യങ്ങളെ നോക്കാനല്ല, യേശുവിനെ നോക്ക. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, സമ്പത്തിനെ നോക്കാനല്ല, യേശുവിനെ നോക്ക. വൈദ്യന്മാരുടെ നോക്കാനല്ല, യേശുവിനെ നോക്ക. സാധ്യതകൾ എതിരായിരിക്കാം, പക്ഷെ കർത്താവ് നിനക്ക് അനുകൂലമാ. സാഹചര്യങ്ങൾ എതിരായിരിക്കാം, പക്ഷെ യേശു നിനക്ക് അനുകൂലമാണ്. അവൻ സമ്പത്ത് എതിരായിരിക്കാം, പക്ഷെ യേശു നിനക്ക് അനുകൂലമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചിലത് തിരിച്ചു തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് കരമടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. In the mighty name of Jesus. ഒരു തലമുറയെ പിശാച് കൊണ്ടുപോയി. ആമേൻ. യേശു പറഞ്ഞു, വിശ്വാസത്തോടെ വാ, വിശ്വാസത്തോടെ വാ. ഇത് നിന്റെയോ നിന്റെ കുടുംബത്തെയോ തലമുറയൊക്കെ പിശാച് എവിടെയെങ്കിലും വലിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ കൈക്കുള്ള ആരോഗ്യം പോരാ. പക്ഷെ നിന്റെ വിശ്വാസം സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ, നിന്റെ വിശ്വാസം ശക്തിയുള്ളതാണെങ്കിൽ, ആമേൻ, ചില വാക്കുകൾ കൊണ്ട് നീ തിരിച്ചു പിടിക്കാൻ പോവുകയാ. ഇന്ന് രാത്രിയിൽ കൈ മസിൽ പവർ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവാരുടെയൊക്കെ സംസാരിക്കുന്നു. ആമേൻ. അവനെ ജയിക്കാൻ സമ്പത്ത് പോരാ, അവനെ ജയിക്കാൻ ബുദ്ധി പോരാ, അവനെ ജയിക്കാൻ സർട്ടിഫിക്കറ്റ് പോരാ, അവനെ ജയിക്കാൻ അറിവ് പോരാ. പക്ഷെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, അവൻ വിശ്വാസമുണ്ടെങ്കിൽ ശത്രു എടുത്തു കൊണ്ടുപോയത് നീ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാ. വിശ്വാസമുണ്ടെങ്കിൽ പിശാച് എടുത്തു കൊണ്ടുപോയ ചിലതിന് നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. വിശ്വാസം കൊണ്ട് അവനെ തോൽപ്പിക്കുന്ന ഒരു തലമുറ ഈ പട്ടണത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. വിശ്വാസത്താൽ അവനെ പരാജയപ്പെടുത്താൻ ഒരു തലമുറ ഇതിനകത്തും എഴുന്നേൽക്കട്ടെ. Come on, receive the power of Holy Spirit. La brashekeni, rimana shekenia, rival paudamanagadasse, atyuna ragal kamanagadasse. യേശുവിന്റെ മഹത്വം വെളിപ്പെടുകയാ, യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാ, യേശുവിന്റെ കൃപ വെളിപ്പെടുകയാണ്. ഉടകബല ശന്തൽ കമന. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആ മഹത്വം ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ. റിഖബലബ ശന്തൽ കർത്താവ് പറയുന്നു, സാഹചര്യം നോക്കിയിട്ട് എന്നെ വിശ്വസിക്കാൻ നിൽക്കരുത്. മറിച്ച് ഞാൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കർത്താവിലങ്ങ് വിശ്വസിക്കണം. യേശു ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ യേശുവിലങ്ങ് വിശ്വസിക്കുക. കർത്താവ് ചിലത് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുക, അല്ലേ? വിശ്വസിച്ച യായിറോസിനെ കൊണ്ട് തമ്പുരാൻ അകത്തു കയറുമ്പോൾ കട്ടിലേക്ക് കിടക്കുന്ന മരിച്ച 12 വയസ്സുകാരി കൈവിട്ടു പോകേണ്ട നിമിഷങ്ങളാ. കാണുമ്പോൾ അപ്പനും അമ്മയും നെഞ്ചു പൊട്ടി കരയേണ്ട സമയമാണ്. പക്ഷെ വിശ്വസിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ കൂടെ നിൽക്കുക, കരയുകയല്ല തിരിച്ചു പിടിക്കാൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, കണ്ണിന്റെ മുമ്പിൽ കിടക്കുക തകർച്ചയും തകർന്നതിന്റെ ചാരവും. എന്നാൽ ഇന്ന് പകൽ കർത്താവ് നിന്നോട് വിശ്വസിക്കാൻ പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് ചിലതിനെ ജീവിപ്പിക്കാൻ കരുത്തുള്ള യേശുവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. ആ മുറിക്കകത്താരും കാണാത്ത ചില യുദ്ധങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ആത്മമണ്ഡലത്തിൽ ചില ഫൈറ്റുകൾ വെളിപ്പെടാൻ പോകുകയാ. ആരുടെക്കോ ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ അകത്ത് കയറിയ പ്രാർത്ഥനാ മുറിക്കകത്ത് അവൻ കിടക്കുന്ന ജീവച്ഛവം പോലെ കിടക്കുന്ന തലമുറയുടെ മേൽ വെല്ലുവിളിക്കുന്ന എല്ലാ മരണത്തിന്റെ പിരിസ്ഥിതികളെ അവൻ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, യേശു ഒരു യുദ്ധ
യുദ്ധം എന്നതുപോലെ അവനോട് പോരാടുകയാ. ആ മുറിക്കകത്ത് ഒരു അത്ഭുതത്തിന് സമയമായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയും ഒരു യുദ്ധമായി മാറട്ടെ. ഓ റാബാഷകേനിയ, യെസ്, ഒരു മുഴങ്കാൽ യുദ്ധം. ഓ റാബാഷകേനിയ, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിശാചിൽ നിന്ന് ചിലതിനെ തിരിച്ചു പിടിക്കേണ്ട ഒരു യുദ്ധമായി. ഹല്ലേലൂയ. ലബന ശാന്തന റിഗൽ ഖമന വൈസസ് പ്രൗഢി ബിരിഗഡഗസി. ഹല്ലേലൂയ. ഒരു യുദ്ധമായി മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പുറമേ കാണുന്ന ഒരു യുദ്ധമല്ല. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു ആ ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ അകത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ബൈബിൾ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അവൻ അവളുടെ കൈക്ക് പിടിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ചു. ആമേൻ. മരിച്ചു എന്ന് വിധി എഴുതി മരിച്ചു എന്ന് പറഞ്ഞിട്ടേക്കുന്ന കുഞ്ഞിൻ്റെ കൈക്ക് ആര് പിടിച്ചു? യേശു പിടിച്ചു. പിടിച്ചേച്ച് പറഞ്ഞ അടുത്ത വാക്ക്, ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. എൻ്റെ ചിന്ത, പതുക്കെ പറഞ്ഞ പോരെ. ഗ്ലോറി ടു ജീസസ്. തമ്പുരാൻ ഉറക്കെ പറഞ്ഞെങ്കിൽ അകത്തു പറയുന്നത് വിളി കേൾക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ അല്ലേ? നമ്മളൊക്കെ പതുക്കെ പറയും, കാരണം അകത്ത് നടക്കുന്നത് പുറത്തറിയണ്ട. അകത്തെ പ്രാർത്ഥന പുറത്തറിയണ്ട. പക്ഷേ യേശു പറഞ്ഞു, എന്നെ കളിയാക്കിയവന്മാരെല്ലാം വിളി നിൽക്കുക. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ തച്ചൻ കൊച്ചൻ എന്നെ അറിയാമെന്ന് പറഞ്ഞ് കളിയാക്കി വിട്ടതെല്ലാം വെളി നിൽക്കുക. കേൾക്കട്ടെ ഞാൻ എന്നാ ചെയ്യുന്നെന്ന്. യേശു ഒച്ചത്തിൽ പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. പ്രൈസ് ഗാഡ് എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ പറയുന്ന വിളി നാട്ടുകാർ കേൾക്കണം, ലോകം കേൾക്കണം. ഇത് കേൾക്കാതിരുന്നാൽ അവർ പറയും, വേറെ എന്നാതെങ്കിലും പറയും. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദേശം കേൾക്കട്ടെ. നിന്റെ പ്രാർത്ഥനാമുറിയിലെ കണ്ണുനീര് ദേശം അറിയട്ടെ. നാളെ ഒരു മിറക്കിൾ വെളിപ്പെടുമ്പോൾ അവർ പറയണം, ഇത് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാന്ന്, ഇത് കരഞ്ഞതിൻ്റെ മറുപടിയാന്ന്, അല്ലാതെ മരുന്ന് കൊടുത്തതിൻ്റെ മറുപടി എന്നല്ല. ഇന്നു രാത്രി ദൈവം പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. 100% ദൈവത്തിന് പോകേണ്ട മഹത്വം അത് ദൈവത്തിന് തന്നെ. അതുകൊണ്ട് സ്വർഗം പറയുക, ഞാൻ അകത്ത് എന്ന് ഉറക്കെ പറഞ്ഞു, ബാലേ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. വീടിനകത്ത് ഒച്ചത്തിൽ പറയുന്ന ശബ്ദം പുറത്ത് കേൾക്കാൻ പറ്റുമോ? പറ്റൂലേ? കേൾക്കാൻ പറ്റും. നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ അകത്തിരുന്ന് പറയുമല്ലോ. നമ്മൾ പറയുന്ന പലരും അയൽ വീട്ടുകാർ കേൾക്കുക. അതിപ്പോൾ പലരും നാട്ടിൽ ഫ്ലാഷാ. ഒരു ഹാലില്ലേ ഇവിടെ പറഞ്ഞ് അല്ലേ? നമ്മൾ പറയുന്ന പല വാക്കുകളും അയൽ വീട്ടുകാർ കേൾക്കുക. ഇപ്പോൾ അയൽ വീട്ടുകാരെല്ലാം മലയാള മനോരമ പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെന്നാ പറയുന്നത്. കാരണം പതുക്കെ അല്ലല്ലോ പറയുന്നത്. ഭാര്യയെ ഭർത്താവായാലും മക്കളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ പ്രശ്നങ്ങളോ വിടുമ്പോൾ പിന്നെ പറയുന്നതെല്ലാം നാട്ടുകാർ മൊത്തം കേൾക്കുക. ഹല്ലേലൂയ. യേശു ഈ ഒന്നാമത് മരണ വീടാണ്. ഈ മരണ വീട്ടിനകത്ത് ചിരി കളിയൊന്നുമില്ല. ആകെയുള്ളത് മൗനവും കരച്ചിലും മാത്രം. ആമേൻ. വെങ്ങി പൊട്ടുക. നമ്മൾ മരണം വീട്ടിൽ ചെന്നിട്ട് ആരും തമാശ പറയാറുണ്ടോ? ഇല്ല, ആരും പറയാറില്ല. നമ്മളാരും പറഞ്ഞ അങ്ങനെ നിൽക്കാറില്ല. കാരണം അവിടുത്തെ അന്തരീക്ഷം അതല്ലല്ലോ. ആമേൻ. അവിടെ നമുക്കിപ്പോൾ ഒരു ശോകമൂകമായിട്ടല്ലേ, ഒന്നും മിണ്ടാതെ വായൊക്കെ എങ്ങനെ പൊത്തി അയ്യോ ഭാവത്തോടെ എന്ന് പറയാൻ ഒരു സങ്കടം, ഒരു സാഡ്. ആമേൻ. ആ ഒരു തലത്തിലായിരിക്കും മരണ വീട്ടിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. എത്ര വേണ്ടപ്പെട്ടവരായിരിക്കും, എത്ര കളി പറയുന്നവരായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് നമ്മളങ്ങനെ അധികമൊന്നല്ല കളിയെ പറയാറില്ല. കാരണം അവരുടെ ദുഃഖത്തിൽ നമ്മളങ്ങ് പങ്കുചേരുന്ന പോലെ. ഹല്ലേലൂയ. അവരോട് ഉറക്ക സംസാരമൊന്നുമില്ല. ആമേൻ. ഉറക്കെ ആരും എന്ത് ചെയ്യത്തില്ല, അങ്ങനെ സംസാരിക്കത്തില്ല. വളരെ സാവധാനം. എപ്പോൾ സംഭവിച്ചു? നമ്മളൊരു അങ്ങനെ ഒരു വീട്ടിൽ പോയാൽ ഇതെപ്പോഴാണ് നടന്നത് അല്ല നമ്മൾ ചോദിക്കുമോ, എപ്പോൾ നടന്നു ഒന്ന് പറഞ്ഞോ, വിശദീകരിക്കാമോ? പറയോ? ഇല്ല. ആമേൻ. നമ്മൾ എന്നിട്ട് പതുക്കെ ചെവി പോയി ചോദിക്കും, എപ്പോഴാണ് നടന്നത്, എന്നാ സംഭവിച്ചത്, ഹോസ്പിറ്റലായിരുന്നോ അല്ലേ? ഇതൊക്കെ രഹസ്യമായിട്ടല്ലേ ചോദിക്കും. അടുത്ത് നിൽക്കുന്ന ആൾ മാത്രം കേൾക്കത്ത രീതിയിൽ. ആമേൻ. അല്ലെ 1-2 പേര് കേൾക്കത്തില്ല. എപ്പോഴാണ് സംഭവിച്ചത്, എന്നാ പറ്റിയേ? ഹല്ലേലൂയ. അത്രയും വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ യേശു വീട്ടിനകത്ത് ഉറക്കെ പറയുന്നു, ബാലേ എഴുന്നേൽക്ക. മനഃപൂർവ്വം പറഞ്ഞത്, 4 ആൾ കേൾക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അല്ലെങ്കിൽ കുട്ടി കുറച്ചുകൂടെ കഴിഞ്ഞ് തിരിച്ചഴിച്ച് വരുമ്പോഴേ ഇവർ വേറെ വല്ലതൊക്കെ പറയും. എന്നാ പറയും? ചിലപ്പോൾ പ്രാണനെങ്കിൽ തനിയെ മടങ്ങി വന്നതായിരിക്കും. തനിയെ മടങ്ങി വരണ്ട, യേശു വിളിക്കുമ്പോൾ വന്നാൽ മതി. ഇത് നാട്ടുകാരറിയണം ഞാൻ വിളിച്ചിട്ടാ വന്നതെന്ന്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവൻ, പള്ളിപ്രമാണിയായ യായിറോസേ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാട്ടുകാരറിയണത് പ്രാർത്ഥിച്ചിട്ടാ വന്നതെന്നറിയണം. ചിലർ പറഞ്ഞില്ലേ നീ പ്രാർത്ഥിച്ചപ്പോൾ നഷ്ടമായി പോയെന്ന്, ചിലർ പറഞ്ഞില്ലേ നീ പ്രാർത്ഥിച്ചത് കൊണ്ട് പലതും കൈവിട്ടു പോയെന്ന്,
ചിലർ പറഞ്ഞില്ലേ, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് സമൂഹത്തിൽ തലകുനിച്ചെന്ന്. യേശുവിന് നിർബന്ധമുണ്ട്. പ്രാർത്ഥിച്ച നീ തലകുനിഞ്ഞെങ്കിൽ, പ്രാർത്ഥിച്ച നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, പ്രാർത്ഥിച്ചത് കൊണ്ട് നിനക്ക് തിരിച്ചു കിട്ടാൻ പോവുക. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? പ്രാർത്ഥിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടെന്ന് ലോകം പറഞ്ഞെങ്കിൽ, കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് തിരിച്ച് നിനക്ക് ചിലത് ലഭിക്കാൻ പോവുകയാണ്. അല്ലേ? അപ്പൊ പ്രാർത്ഥിച്ച നിന്നെ നോക്കി കർത്താവ് പറയുക, അവൻ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നീ ലജ്ജിക്കപ്പെട്ടോ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ മറുപടി കൊടുക്കാൻ പറയാതെ നീ തലകുനിക്കേണ്ടി വന്നോ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ മറുപടി അറിയാമായിരുന്നിട്ടും അവൻ നീ വാ പൂട്ടി മിണ്ടാതെ നിന്നോ, അന്ന് നാട്ടുകാരും വീട്ടുകാരും നിന്നെ നോക്കി പലതും പറഞ്ഞു കാണുക, അയ്യോ ആണത്തമില്ലാത്തവൻ, അവൻ പുരുഷനല്ലെന്ന് ഒക്കെ നിന്നെ നോക്കി പറഞ്ഞു കാണുക. എന്നാൽ അതേ സന്ദർഭത്തിൽ ആ പറഞ്ഞവരെ ഒക്കെ നിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവർ കാണെ പ്രാർത്ഥനയിൽ തന്നെ ചിലതിനെ തിരിച്ചു പിടിക്കാൻ എൻ്റെ കർത്താവ് യായിറോസിന്റെ വീട്ടിനകത്ത് ഇറങ്ങിയെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ചിലതിനോട് പറയുന്നു, പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നഷ്ടമായെങ്കിൽ കർത്താവ് പറയുന്ന പരസ്യമായി ആ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ തന്നെ ദൈവം ചിലത് നിനക്ക് മടക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം ശക്തൻ. ദൈവം നിന്നെ ലജ്ജിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വാക്കിന് വിരാമം വിടാൻ താല്പര്യപ്പെടുകയാ. ചിലതൊക്കെ ചെയ്യാൻ എൻ്റെ കർത്താവിന് അറിയാം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഗ്ലോറി ടു ജീസസ്. പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെട്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് തന്നെ നീ മാനിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ നീ ലജ്ജിക്കപ്പെട്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് തന്നെ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാ. നാട്ടുകാർ പറഞ്ഞത് യേശു കേട്ടു, ലോകക്കാർ പറഞ്ഞത് യേശു കേട്ടു, കുടുംബക്കാർ പറഞ്ഞത് യേശു കേട്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, കേട്ടവർക്ക് മറുപടിയായി യേശു ആ വീട്ടിനകത്ത് കയറിട്ട് അവൻ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, ബാലേ എഴുന്നേൽക്കുക, എൻ്റെ പുറകെ നടന്നത് കൊണ്ടല്ലേ നീ പരിഹാസം കേട്ടത്, എൻ്റെ പുറകെ ഇറങ്ങിയത് കൊണ്ടല്ലേ നിങ്ങൾ പരിഹാസം ചെയ്യാൻ മാറിയത്, എൻ്റെ കൂടെ വന്നത് കൊണ്ടല്ലേ നീ ലജ്ജിതനായി തലകുനിച്ചത്. യേശു പറയുമില്ല, എൻ്റെ കൂടെ വന്നവൻ ലജ്ജിക്കണ്ട, അവൻ്റെ വീട്ടിനകത്ത് അവൻ വിഷയത്തിൻ്റെ മേൽ ഞാൻ ഇടപെടാൻ പോകുക. ദേശത്തിൻ്റെ നടുവിൽ എൻ്റെ കൂടെ വന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തി എന്ന് പറയുവാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തയ്യാറാ. വിശ്വസിക്കുന്ന ദൈവജനത്തോട് സ്വർഗം ഇന്ന് പകൽക്കാലം പറയുക, ആമേൻ. എൻ്റെ ദൈവത്താൽ നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം അതിനെ തിരിച്ചു തരാൻ പോവുകയാ. ദൈവത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ ചിലത് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം അത് മടക്കി തരുന്ന ദൈവം. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ എന്തെങ്കിലും നിനക്ക് നഷ്ടം വന്നെങ്കിൽ എൻ്റെ കർത്താവ് നിന്നോട് പറയുക, പേടിക്കണ്ട, കർത്താവ് നിനക്കത് മടക്കി തരും. രഹസ്യത്തിലെന്നല്ല, അകത്ത് രണ്ടുപേരെ ഉള്ളൂ. പക്ഷെ പരസ്യമായിട്ട് എൻ്റെ തമ്പുരാൻ വിളിക്കുന്നു, ബാലേ എഴുന്നേൽക്കുക. വിളിച്ചത് കുട്ടിയുടെ അപ്പനല്ല, വിളിച്ചത് നസ്രായന. ഇന്ന് രാത്രി നീ ആരുടെ പേരിലാണ് അപമാനിതനായത്, ആ വ്യക്തി നിനക്ക് വേണ്ടി സംസാരിക്കും. നീ ആരുടെ പേരിലാണോ ലജ്ജിതനായത്, ആ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. ആ കർത്താവ് നിനക്ക് വേണ്ടി വിളിക്കും. ആമേൻ. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി തന്നെ സംസാരിക്കുന്നു. നീ തല കുനിച്ചെടുത്തൻ്റെ യേശു ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോവുക. നീ ലജ്ജിതനായെടുത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം സംസാരിക്കാൻ പോവുകയാ. കർത്താവ് സംസാരിച്ചാൽ ലജ്ജിപ്പിച്ചവൻ ഇനി വാ തുറക്കത്തില്ല. കർത്താവ് ഇടപെട്ടാൽ നിന്നെ നിന്ദിച്ചവരുടെ വാ ഇനി തുറക്കത്തില്ല. കർത്താവ് ഇടപെട്ടാൽ നിനക്ക് വിരോധമായി പറഞ്ഞവൻ്റെ വാ ഇനി തുറക്കത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരെടുക്ക് നിനക്കത്ത് സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി വലിയത് ചെയ്യുവാൻ എൻ്റെ കർത്താവ് തയ്യാറാ. നിനക്ക് വേണ്ടി ഇടപെടാൻ എൻ്റെ കർത്താവ് തയ്യാറാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കൺട്രോളുകൾ നിന്റെ കരത്തിലേക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പിശാചി വലിച്ചു കൊണ്ടുപോകുന്ന ചിലത് ഈ സീസണിൽ നിന്റെ കയ്യിലേക്ക് എടുത്തു തരുവാൻ, നിന്റെ കയ്യിലേക്ക് ഇട്ടു തരുവാൻ എൻ്റെ ദൈവം തയ്യാറാ.
എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. അവന് വലിച്ചു കൊണ്ടുപോകേണ്ടതല്ല നിന്റെ ക്രിസ്തീയ ജീവിതം. ചിലത് തിരിച്ചു പിടിക്കാൻ ഇന്നു രാത്രി ദൈവം നിന്റെ ഒപ്പമുണ്ട്. ഹല്ലേലൂയ. ചിലത് തിരിച്ചു പിടിക്കാൻ യേശു നിന്റെ ഒപ്പമുണ്ട്. കർത്താവ് പറയുന്നു ഹല്ലേലൂയ. ആ ഭാഗത്ത് അവിടെ നമ്മൾ അങ്ങനെ കാണുന്നേ. യേശു അകത്ത് കയറി ഉറക്കെ വിളിച്ചു, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? അവൻ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. നാട്ടുകാർ കേട്ട് കാണും, ചുറ്റുപാട് കേട്ട് കാണും, എല്ലാവരും കേൾക്കി പ്രാർത്ഥിച്ചു, ബാലെ എഴുന്നേൽക്കുക. അടുത്ത വാക്യത്തിൽ എന്നാ പറഞ്ഞേ? അവിടെ ഇങ്ങനെ പറയുന്നു, അവളുടെ ആത്മാവ് മടങ്ങി വന്നു. പ്രൈസ് ഗാഡ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വളരെ ശക്തമായൊരു ഭാഗമാണത്. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. നമ്മളാരും വിളിച്ച ഈ സാധനം വരത്തില്ല. ആമേൻ. നമ്മളാരും വിളിച്ച ഈ ആത്മാവ് എന്ത് ചെയ്യത്തില്ല? കാരണം നമ്മൾ അങ്ങനെയാ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ആത്മമണ്ഡലത്തിൽ നിന്നുണ്ട് ആത്മാവിനെ വിളിക്കുക. ബാലെ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നു അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ഞാൻ ചോദിക്കട്ടെ, മെഡിസിൻ പഠിച്ചവരുണ്ട്, ഡോക്ടേഴ്സ്മാരുണ്ട്, വൈദ്യന്മാരുണ്ട്. വിളിച്ചാൽ ഏത് ആത്മാവ് മടങ്ങി വരും? വരില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിന് വേണ്ടി നിന്ന് ത്യാഗം അനുഭവിച്ച, കർത്താവിന് വേണ്ടി നിന്ന് കഷ്ടം അനുഭവിച്ച നിനക്ക് വേണ്ടി കർത്താവ് പറയുന്ന കാര്യം ഇതാ: ഞാൻ വിളിച്ചാൽ അവൻ മടങ്ങി വരാത്തതൊന്നുമില്ല. ഞാൻ വിളിച്ചാൽ ചിലത് മടങ്ങി വരും. ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ട്, അവൻ കൊണ്ടുപോയ സമയത്തും ചിലതിനെ തമ്പുരം മടക്കി വിളിച്ചത് കൊണ്ടാ ഇന്ന് ഈ ഹോളിനകത്ത് ചിലർ ഇരിക്കുന്നത്. മറക്കണ്ട, പൈശാചികൻ പലതും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് അവൻ നിന്നെ തമ്പുരാൻ മടക്കി വിളിച്ചത് കൊണ്ടാണ് നീ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ മരണപ്പെടേണ്ടേ, അല്ലെങ്കിൽ മരിച്ചു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, എൻ്റെ ദൈവം ചിലതിനെ തിരിച്ചു വിളിച്ചിരിക്കുക. ആമേൻ. മരണം മുഖാമുഖം കണ്ടിട്ട്, മരണത്തിന്റെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും നീ നിൽക്കുന്നതിന്റെ കാരണം യേശു വിളിച്ചു. നീ നിൽക്കുന്നത് കൊണ്ടാ. അല്ലേ? ആ വാക്യത്തിൽ എങ്ങനെ പറഞ്ഞു? അവളുടെ ആത്മാവ് മടങ്ങി വന്നു. ആമേൻ. ഈ ആത്മാവ് നമുക്കെല്ലാവർക്കും അറിയാം. ശരീരം ഇവിടെ കിടക്കും. മണ്ണിൽ മറവ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞാലും ശരീരം തോണ്ടി നോക്കിയാൽ ചിലപ്പോൾ അവിടെ കാണും. ക്രമീകരിക്കുന്നേ ഉള്ളൂ. ആമേൻ. ശരീരം ഇവിടെ കാണും. 6 മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അസ്ഥി മാത്രമേ കാണൂ, ബാക്കിയെല്ലാം മണ്ണ് കൊണ്ടുപോകും. ആമേൻ. ചില വർഷങ്ങൾ കഴിഞ്ഞാൽ അസ്ഥിയും കൂടെ ചിലപ്പോൾ ദ്രവിച്ച് എന്ത് ചെയ്യും? മണ്ണോട് ചേർന്നു അങ്ങനെ അങ്ങ് പോവും. പിന്നെ വേറൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല. ആമേൻ. പക്ഷേ ആത്മാവ് ഇവിടെ അല്ല. ആത്മാവ് അങ്ങ് പോയി. എവിടെ പോയി? സഭാപ്രസംഗി പറയുന്നൊരു കാര്യമുണ്ട്, പൊടി പണ്ടായിരുന്നത് പോലെ തിരിച്ച് ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? തിരികെ ചേരും. പക്ഷേ ആത്മാവോ അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ആത്മാവ് എങ്ങോട്ട് പോയി? മുകളിലോട്ട് പോയി. യേശു ഒരൊറ്റ വിളി, മുകളിൽ പോയ സാധനം നേരെ താഴോട്ടിറങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പിടി കിട്ടുന്നുണ്ടോ? ഒരുപക്ഷെ പിശാചായിരിക്കും പദ്ധതി ഒരുക്കിയത്. ആത്മാവിന് വസിക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടാ, ദൈവത്തിൻ്റെ അടുക്കലോട്ടാ. നല്ലത് ചെയ്തതാണെങ്കിൽ ദൈവം നല്ലൊരു സ്ഥലം കൊടുക്കും. തിന്മയാ ചെയ്തതെങ്കിൽ തിന്മയായൊരു സ്ഥലം ദൈവം കൊടുക്കും. മോശപ്പെട്ടൊരു സ്ഥലം ദൈവം കൊടുക്കും. ആമേൻ. പാതാളവും പർദീസയും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതങ്ങനെ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആമേൻ. ധനവാനും ലാസർ കിടന്നത് ഭൂമിയിൽ ഒരിടത്താ, പക്ഷേ ആത്മാവ് പോയത് രണ്ടിടത്താ. ശരിയല്ലേ? ധനവാനും ലാസറും ഭൂമിയിൽ ഒരിടത്താ കിടന്നത്. ഒരു വീടിൻ്റെ അകത്ത് ധനവാനും വീടിൻ്റെ പുറത്ത് ലാസറും. പക്ഷേ ആത്മാവ് രണ്ടും അങ്ങ് പോയി. രണ്ടുപേരും പോയപ്പോൾ ഒരിടത്താ പോയത്, പക്ഷെ അവിടെ ചെന്ന് രണ്ടുപേരും 2 സ്ഥലത്താക്കി. ഒരാളെ പറുദീസയിലുമാക്കി, മറ്റൊരാളെ പാതാളത്തിലുമാക്കി. ആമേൻ. അപ്പോൾ ആത്മാവത് നൽകി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. യേശുവിന് മനസ്സിലായി കൊച്ചിൻ്റെ ആത്മാവ് അങ്ങ് പോയി. ആമേൻ. ഇനി നസ്രായി വന്നത് അവിടുന്നാ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാ. അങ്ങനെയാണെങ്കിൽ കർത്താവിനറിയാം, ഞാൻ വിളിച്ചാൽ അത് ഇറങ്ങും. അവിടവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ ശബ്ദം അവിടെ എത്തും. ഇന്നു രാത്രി നിന്റെ കൂടെയുള്ളവൻ, ആമേൻ, നിന്റെ നന്മയെ വലിച്ചുകൊണ്ട് പോകുന്നവനേക്കാൾ വലിയവനാണ്.
അവന് കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ എൻ്റെ നസ്രായിനെ തിരിച്ചു കൊണ്ടുവരാൻ അറിയാം. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു അവൻ ചിലത് എടുത്തു കൊണ്ടുപോകാൻ പിശാചിന് പറ്റിയെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ യേശുവിന് കഴിയും. നിന്റെ ആരോഗ്യത്തെ കൊണ്ടുപോയത് ശത്രുവായിരിക്കാം, പക്ഷെ കർത്താവ് തിരിച്ചു തരാൻ പോവുകയാ. നിന്റെ സമ്പത്തിനെ കൊണ്ടുപോയത് പിശാചായിരിക്കാം, പക്ഷെ കർത്താവ് തിരിച്ചു തരാൻ പോവുകയാ. ഇന്നു രാത്രി ദൈവാത്മാവരോട് പറയുന്നു, നിന്റെ നന്മകളെ എടുത്തുകൊണ്ടുപോയത് പിശാചായിരിക്കാം, പക്ഷെ യേശു അതിനെ തിരിച്ചു പിടിക്കാൻ പോവുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നു രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ഹോളിനകത്ത് ചലിക്കപ്പെടാൻ പോകുകയാ. യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ, യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടാൻ പോവുക. കൃപ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. നഷ്ടപ്പെടുത്തുന്നവൻ പലതും വലിച്ചോണ്ട് പോയിരിക്കാം, എന്നാൽ മടക്കി തരുന്നവൻ എൻ്റെ കൂടെ. ചിലതിനെ മടക്കി വിളിക്കാൻ കരുത്തുള്ളവൻ എൻ്റെ കൂടെ. ഇന്ന് രാത്രി ലൈവിലും എന്നെ കാണുന്നവരോട് ഞാൻ പറയാ, നഷ്ടപ്പെടുത്തിയതിനെ നിനക്കറിയാം ആരാം നഷ്ടപ്പെടുത്തിയെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു സൊല്യൂഷൻ പറയുക. തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്, അവൻ നസ്രയനായ യേശുവാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭാവിയെ നഷ്ടപ്പെടുത്തി, നിന്റെ ജോലിയെ നഷ്ടപ്പെടുത്തി, നിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി, നിന്റെ അധ്വാനത്തെ നഷ്ടപ്പെടുത്തി, നിന്റെ പലതിനും നഷ്ടപ്പെടുത്തിയവൻ ദേശത്തിനകത്ത് നിന്നെ തലകുനിയിക്കുമ്പോ ഇന്ന് രാത്രി യേശു പറയുന്നു, തിരിച്ചു പിടിപ്പാൻ കരുത്തുള്ളവൻ ഞാൻ നിന്റെ ഒപ്പമുണ്ട്. വിശ്വസിക്കുന്ന നീ ഇനി തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, ലജ്ജിതനാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ചിലത് വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രി ആരോടൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നു. ആത്മസാന്നിധ്യം ഇന്ന് ഇതിനകത്ത് ചലിക്കപ്പെടാൻ പോവുകയാണ്. ദൈവ മഹത്വം ഇന്ന് ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്. എൻ്റെ നഷ്ടത്തെ നികത്താൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്നു പകൽ വിശ്വസിക്കാൻ നീ റെഡിയാണോ? എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. എൻ്റെ നഷ്ടം പിശാച് കൊണ്ടുപോയ പലതും തിരിച്ചു പിടിക്കാൻ കർത്താവിന്റെ കൂടെയുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ആത്മാവാരുടെക്ക് പറയുന്നു, ദൈവമഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കപ്പെടാൻ പോകുന്നു. അവൻ കൊണ്ടുപോയത് യേശു തിരിച്ചു തരാൻ പോവുകയാണ്. അവൻ കൊണ്ടുപോയത് യേശു തിരിച്ചു തരാൻ പോവുകയാണ്. അവൻ കൊണ്ടുപോയത് യേശു തിരിച്ചു തരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്ന് ഇതിനകത്ത് ശക്തമായി സംസാരിക്കുന്നു. അവൻ കൊണ്ടുപോയത് അവൻ യേശു നിനക്ക് തിരികെ തരാൻ പോവുകയാണ്. യേശുവിന്റെ മഹത്വം ജനിക്കപ്പെടാൻ പോകുന്നു. ആരുടെ ദൈവാത്മാവ് സംസാരിക്കുന്നു, അവൻ കൊണ്ടുപോയത് നിനക്ക് തിരികെ തരാൻ പോവുകയാ. ഓ, ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. ലംഷാധേനിയ റീമാന ശംദൽ കമനഗഡഗസി വൈസസ് പ്രൗഡിബിരിഗഡഗ റഗൽ കമനഗഡഗസി ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക്? ഇത് പ്രാർത്ഥനയുടെ സമയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു,
അവൻ കൊണ്ടുപോയ ചിലത് നസ്രായൻ തിരിച്ചു തരാൻ പോവുക. ഇന്ന് രാത്രി ആത്മാവ് ചില വ്യക്തികളോടെ ദൂതായി സംസാരിക്കുന്നു. അവൻ കൊണ്ടുപോയ ചിലത് നസ്രായൻ മടക്കിത്തരാൻ പോവുകയാണ്. അവൻ കൺട്രോൾ ചെയ്ത ചിലത് നിന്റെ കയ്യിലേക്ക് കൺട്രോൾ തരാൻ പോവുകയാണ്. അവൻ കൊണ്ടുപോയ സമ്പത്ത് മടക്കിത്തരാൻ പോവുകയാണ്. അവൻ കൊണ്ടുപോയ ആരോഗ്യം മടക്കിത്തരാൻ പോവുകയാണ്. കുടുംബത്തിനകത്ത് പിശാച് കൊണ്ടുപോയ ചിലത് ഇന്ന് രാത്രി യേശു വിളിക്കുന്നു, ഉറക്കെ വിളിക്കുന്നു. അവൻ ബാലെ എഴുന്നേൽക്ക. ആത്മാവ് അവളുടേക്ക് മടങ്ങി വന്നതുപോലെ നസ്രായൻ നിനക്ക് വേണ്ടി ശ്രദ്ധിക്കുക. നസ്രായന്റെ വാക്ക് നിനക്ക് വേണ്ടി ചലിക്കുകയാ. ചിലത് തിരികെ വരാൻ പോവുകയാണ്. ഓ ശതറഖമന ശന്ധന റിഗൽഖമന വൈജസ് പ്രൗഢിബിരി ഘടക റഗൽഖമന ഘടക ശന്തൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് രാത്രി വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. റിഗബല ഘടക ലഗസിയാന്ധന റീപക്ഷമന ഘടക റഗൽഖമന ഘടക. യെസ്, പൈശാചികൻ കൺട്രോൾ ചെയ്യുന്ന ചിലത് നിന്റെ കയ്യിലേക്ക് തമ്പുരാൻ എടുത്തു തരാൻ പോവുകയാണ്. പിശാച് കൺട്രോൾ ചെയ്യുന്ന ചിലത് നിന്നിലേക്ക് ദൈവം തരാൻ പോവുകയാണ്. ഇനി അത് പിശാച് കൊണ്ടുപോകാനല്ല, നിന്നിൽ ആമേൻ അത് മടക്കിത്തരാൻ നസ്രായനായ യേശു ആഗ്രഹിക്കുന്നു. ഹോളി സ്പിരിറ്റ്, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നിന്റെ കയ്യിലുണ്ടായിരുന്നതിനെ പിശാച് വലിച്ചു കൊണ്ടുപോയെങ്കിൽ യെസ്, ഇന്ന് രാത്രി കർത്താവ് തിരിച്ചു വിളിക്കാൻ പോകുന്നു, തിരിച്ചു വിളിക്കാൻ പോകുന്നു. ബാലെ എഴുന്നേറ്റ് വാ. അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. അവൾ ഉടനെ എഴുന്നേറ്റ്, ബൈബിൾ അങ്ങനെ പറയുന്നു, അവൾ ഉടനെ എഴുന്നേറ്റ്. ആമേൻ. അവർ ഭക്ഷിച്ച് പാനം ചെയ്ത കരഞ്ഞവർക്കൊരു മറുപടിയായി പുറത്തു വന്നെങ്കിൽ, കളിയാക്കിയവർക്കൊരു മറുപടിയായി പുറത്തു വന്നെങ്കിൽ, ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകലിൽ ഇടപെടുകയാണ്. ചിലർക്കൊരു മറുപടിയായി ചില സബ്ജക്റ്റുകൾ വെളിയിൽ വരാൻ പോവുകയാണ്. അത്യുന രക്ഷസ്കമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടകസി. കുടുംബത്തിൻ്റെ അകത്ത് വെല്ലുവിളിക്കുന്ന പൈശാചികമായ ചില പോരുകൾ ഇന്ന് രാത്രി ഉടയപ്പെടുന്ന രാത്രിയാണ്. അത്യുന രഗൽക്കമന വൈഡം ജനാധരാമന ഘടക അന്തൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടകസി. പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി മഹത്വം ചലിക്കട്ടെ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഇടപെടാൻ പോവുകയാണ്. വൈശസിയ റിവൽക്കമന അന്തർ പ്രൗഢേ റീബാല ഹസ്തന റിഗൽക്കമന അത്യുന റിഗൽക്കമന ഘടകസി. വൈഡമാന അന്തൽ പ്രൗഢമന ഘടക റഗൽക്കമന ഘടകസി. യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ വൈകിയ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നഷ്ടങ്ങളെ മടക്കി വിളിക്കണം. ഉടബ ശന്തന റിഗൽക്കമന. ചിലതൊക്കെ പിശാച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയെങ്കിൽ തിരിച്ചു വിളിക്കാൻ ഇന്ന് രാത്രിയിൽ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഉടകവല ശന്തന റിഗൽക്കമന അത്യുന രക്ഷസ്കമന ഘടകസി. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവ് നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. വൈഡം ശമനം ജനാധര റീബാല ഹസ്തന റിഗൽക്കമന അത്യുന രക്ഷസ്കമന ഘടകസി. യേശുവിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ, നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിനെ പ്രാർത്ഥിച്ചത് കൊണ്ട് നീ ഇനി തലകുനിക്കേണ്ടി വരികയില്ല. യേശുവിനെ പ്രാർത്ഥിച്ചത് കൊണ്ട് നീ ലജ്ജിതരാകേണ്ടി വരികയില്ല. നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതങ്ങൾ എൻ്റെ ദൈവം ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. യെസ്, എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ കളിയാക്കിയവരെ വിളിച്ചു വരുത്തി ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. എവിടെ നീ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കാൻ പോവുകയാണ്. വൈശമാന റിവദന ജല അത്യുന റഗൽക്കമന ഘടകസി. യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ. ഇന്ന് പകല മഹത്വം വെളിപ്പെടട്ടെ. ഉടമന ശന്തന റീബൽ പ്രൗഢമന അത്യുന രക്ഷസ്കമന ഘടക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില മാന്യതകൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റീമാന ഷെഖേനി റീബൽ പ്രൗഢിബിരി ഘടകസി. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ബലഹീനതകൾക്ക് ഈ ദിവസങ്ങളിൽ ബലം പകരാൻ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് ദൈവം തെളിയിക്കാൻ പോവുകയാണ്. ഓ ലബന ഷദറഖമന
റീബ ലഖമന ഷാരാധേനി റഗൽകമന അത്യുന രക്ഷസ്കമന ഘടക വൈഡം ജനാധരാമന ഘടക വൈഡൽ പ്രൗഢിബിരി ഘടകസി. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ശിരസ് മുതൽ പാദം വരെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കട്ടെ. വൈഡ റിയാധന റീവ ലഹസി ധേനി റീവ ശമന ഘടകസി. In the mighty anointing, in the mighty anointing. Yes, നഷ്ടങ്ങളെ സ്വർഗം തിരിച്ചു തരും, തിരിച്ചു തരും, തിരിച്ചു തരും, തിരിച്ചു തരും. Oh, the power of Holy Spirit. തിരിച്ചു തരും. ലഖമന ഷെകേനി റീവ ശമന ഘടകസി വൈഷസ് പ്രൗഢിബിരി ഘടകസി. In the name of Jesus. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. നഷ്ടങ്ങളെ സ്വർഗം തിരിച്ചു തരും. യെസ്, നിനക്ക് വേണ്ടി നസ്രായൻ ഇടപെടട്ടെ. ഉടകബല ശന്തന റിഗൽകമന വൈഷസ് പ്രൗഢിബിരി ഘടകസി. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. Receive the power. ഓ, മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. വൈഡമാന ശന്തൽ കമനഘടകസി. പുതിയ മേഖലകൾ തുറക്കട്ടെ. ഉടകബ ശന്തന റീബൽ പ്രൗഢിബിരി ഘടക രക്ഷസ്കമനഘടകസി അത്യുന രക്ഷസ്കമന. പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞ മേഖലകളെ കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പല നഷ്ടങ്ങൾ നിനക്ക് തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. റീബാല ശന്തൽ കമനഘടക വൈഷസ് പ്രൗഢിബിരി ഘടകസി. ഇന്നൊരു പകൽ കേട്ടതുപോലെ ഈ ശബ്ദം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഈ ശബ്ദം നിനക്ക് വേണ്ടി ഇടപെടാൻ പോവുകയാണ്. ചിലതിനെ തിരിച്ചു വിളിക്കാൻ ഈ ശബ്ദത്തിന് കഴിയും. ഓ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നഷ്ടങ്ങൾ തിരികെ വരട്ടെ, നഷ്ടങ്ങൾ തിരികെ വരട്ടെ. ഉടരബലബ ശംദരാധിയാന റീബൽ കമനഘടകസി. യെസ്, ഓ, നഷ്ടങ്ങൾ തിരികെ വരട്ടെ. ഫയർ ഓഫ് ഗോഡ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നഷ്ടങ്ങൾ തിരികെ വരട്ടെ. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. വൈഡം ശമന ഘടക റഗൽകമന ഘടക ശന്തൽ പ്രൗഢിബിരി ഘടകസി അത്യുന റഗൽകമന ഘടകസി. യേശുവേ, നിന്റെ മഹത്വം ഇറങ്ങണം. ഈ ദാസന്റെ മേൽ വെല്ലുവിളിക്കപ്പെടുന്ന സകല പൈശാചികന്റെ പോരുകളും ഇന്നൊരു പകൽക്കാല രാത്രികാല കർത്താവേ ഞാനതിനെ ശാസിക്കുകയാണ്. പലപ്പോഴും തന്നെ ബലഹീനമാക്കി തന്നെ വീഴ്ത്തിക്കളയുന്ന എല്ലാ പൈശാചികന്റെ തന്ത്രങ്ങളെയോ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഫ്രീ ആകട്ടെ. യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ലജ്ജിതനാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം. Fire of God. Receive the anointing. ദൈവശക്തി നിനക്ക് വേണ്ടി ചലിക്കട്ടെ. തോൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കും. സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടും. Take the fire. Oh, ലാമന ഷെഖേനിയ റീവ ലഖമന ഷാരാധേനി റഗൽകമന ഘടകസി അത്യുന റഗൽകമന ഘടകസി. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി ഒന്ന് സ്വീകരിക്കേണ്ട സമയം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ചേർന്ന് കരങ്ങളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ആത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് അതിശക്തിയോടെ ചലിക്കട്ടെ. വൈഡൽ പ്രൗഢിബിരി ഘടക അക്ഷസ്കമന ഘടകസി അത്യുന റഗൽകമന ഘടക വൈശസിയാതിരേ. എല്ലാ കാര്യങ്ങളെയും അടിച്ച് ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകുമേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുവെന്ന് സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ,
എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. വിശുദ്ധനു നീ എന്ന തുണയായൊരു സ്തുതിക്കു യോഗ്യനും നീ. വിശുദ്ധനു നീ തുണയായൊരു സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. നാഥാ നീ ചെയ്ത നന്മകൾക്കായി എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകൾക്കായി എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന 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 അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന 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 അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന 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 അങ്ങേക്ക്. യേശുവേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആത്മശക്തിയ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാമേ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര
നഗരം ദേരകത് ശ്രീകാനഗരം ധാമാരെ ശംദേരകരം ദേരകത് ഐരാകാരം ധാമാന ശംദേരകരം ദേരകതേരം ദേരേദേരം താരേദേരം താവാന ജഗദാനഗരം ദേരകത് ശ്രീകാനാരം ദേരകതേ ശംദേരേരം ധാമാന ജഗദാനഗരം ദേരകതേരം ധാമാനേരം ജഗദഗരം ധാന ജഗദാനഗരം ദേരകതേരം ദേരേദേ ജഗദാനഗരം ധാമാനെ ശംദേരകരം ധാമാനെ ജഗദാനഗരം ദേരകത് ധാമാന വൈശസ്തേരം ദേരം വൈദവദാന ധാന വിവശമനം വൈദവദാനം ദേരേദേ ധാന വിവാദം വൈദവദം ദര വൈദാമഗത അൽഖാന വിവശമനം വൈദവദാനം ദേരേദേ അൽഖാന വിവാദം വൈദവാന വിവശമനെ അദ്ദേര ദേരവരാജ വൈദൽ കമന വിവശമനെ അസ്തേര ദേര രാജ വൈദമാന വിവശമനെ അദ്ദേര ദേരവരഗജ വൈദൽ കമന വിവാദാബ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചലിക്കുകയാ. ചിലതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ദൈവശക്തി ഇന്ന് രാത്രി സ്വർഗം റിലീസ് ചെയ്യുന്നു. ഇനി അവൻ കൊണ്ടുപോകുന്നതല്ല, നീ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ഓ നീ പറഞ്ഞാൽ ചിലത് നിന്റെ വീട്ടിനകത്ത് മടങ്ങി വരാൻ പോവുകയാ. നീ പറഞ്ഞാൽ ചിലത് നിന്റെ കുടുംബത്തിൽ മടങ്ങി വരാൻ പോവുകയാ. നീ പറഞ്ഞാൽ ചിലത് നിന്റെ ദേശത്ത് തിരികെ വരാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ ദൈവം ചെയ്യട്ടെ. ഇന്നൊരു രാത്രി യേശു വിളിച്ചു, ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നതുപോലെ ഇന്നൊരു രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ചിലതൊക്കെ മടക്കി വരുത്തുവാൻ കരുത്തുള്ള ദൈവശക്തി ഇന്നൊരു രാത്രി ചലിക്കുകയാണ്. അടകവ ശാന്തന റീബൽ പ്രൗഢമന ഘടക അത്യുന്ന രക്ഷസ്കമന ഘടക ശന്തൽ പ്രൗഢിബിരി ഘടകസി. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഹല്ലേലൂയ. പിശാച് വലിച്ചു കൊണ്ടുപോയത് ചിലത് മടക്കി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ നോക്കി ദൈവാത്മാവ് ദൂതങ്ങനെ പറയുക, സിസ്റ്റർ, ചിലതൊക്കെ പിശാച് വലിച്ചു കൊണ്ടുപോയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്കതിനെ മടക്കി തരാൻ പോവുകയാണ്. വിശ്വസിക്കുക.